അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്ത്യാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി നിശേഷീകൃതരക്തബീജദനുജേ. നിത്യേ നിസുംഭാപഹേ സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനിം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാവ്യഭംഗി ഉണരാ തവ കാലിലൊന്നു തൊടുവാൻ കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാല ചാർത്തിയണയൂ മമ മാലകന്നു കഴിയാൻ മാല ചാർത്തിയണയൂ അമ്മേ മാലകന്നു കഴിയാൻ മമ മാലകന്നു കഴിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം വ്യസനജാല നാശം അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാ ആ നന്മയിൽ അലിയാ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാമക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാമക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാ ആ നന്മയിൽ അലിയാ. അമ്മയെ അറിയാ ആ ഉണ്മയിൽ അലിയാ. അമ്മയെ അറിയാ. അമ്മയെ അറിയാ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം 15-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 14 കൂടിയുള്ള ശ്ലോകങ്ങൾ ഇപ്പോൾ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നു. അഥാ ചതുർത്ഥസ്കന്ധ 15-ോऽധ്യായ. വ്യാസ ഉവാച ഇതി തസ്യ വച ശ്രുത്വാ ഭാർഗവസ്യ മഹാത്മനാ പ്രഹ്ലാദസ്തു സംഹൃഷ്ടോ ബഭൂവ നൃപനന്ദന. ജ്ഞാത്വാ ദൈവം ബലിഷ്ഠം ച പ്രഹ്ലാദസ്താനുവാചഃ കൃതേപി യുദ്ധേ ന ജയോ ഭവിഷ്യതി കദാചന. തദാ തേ ജൈന പ്രോചുർദാനവാമദഗർവിതാ സംഗ്രാമസ്തു പ്രകർത്തവ്യോ ദൈവം കിം ന വിദാമഹേ. നിരുദ്യമാനാം ദൈവം ഹി പ്രധാനമസുരാധിപ. കേന ദൃഷ്ടം ക്വ വാ ദൃഷ്ടം കീദൃശം കേന നിർമ്മിതം. തസ്മാദ്യുദ്ധം കരിഷ്യാമോ ബലമാസ്ഥായ സാമ്പ്രതം. ഭവാഗ്രേ ദൈത്യവര്യ ത്വം സർവജ്ഞോസി മഹാമതേ. ഇത്യുക്തസ്തൈസ്തദാ രാജൻ പ്രഹ്ലാദ പ്രബലാരിഹ. സേനാനീശ്ച തദാ ഭൂത്വാ ദേവാൻ യുദ്ധേ സമാഹ്വയൽ. തേപി തത്രാസുരാൻ ദൃഷ്ട്വാ സംഗ്രാമേ സമുപസ്ഥിതാൻ സർവേ സംഭൃതസംഭാരാ ദേവാസ്താൻ സമയോധയൻ. സംഗ്രാമസ്തു തദാ ഘോര ശക്ര പ്രഹ്ലാദയോരഭൂത്. പൂർണ്ണം വർഷശതം തത്ര
മുനീനാം വിസ്മയാവഹ. വർത്തമാനേ മഹായുദ്ധേ ശുക്രേണ പ്രതിപാലിത ജയമാപുസ്തദാ ദൈത്യാ പ്രഹ്ലാദ പ്രമുഖാ നൃപ. തദൈവേന്ദ്രോ ഗുരോർവാക്യാൽ സർവദുഃഖവിനാശിനിം സസ്മാര മനസാ ദേവീം മുക്തിദാം പരമാം ശിവാം. ഇന്ദ്ര ഉവാച ജയദേവി മഹാമായേ ശൂലധാരിണി ചാംബികേ ശംഖചക്രഗദാപത്മഖഡ്ഗഹസ്തേ അഭയപ്രദേ നമസ്തേ ഭുവനേശാനി ശക്തിദർശനനായികേ ദശതത്വാത്മികേ മാതർമഹാബിന്ദുസ്വരൂപിണി മഹാകുണ്ഡലിനീ രൂപേ സച്ചിദാനന്ദരൂപിണി പ്രാണാഗ്നിഹോത്ര വിദ്യേതേ നമോ ദീപശിഖാത്മികേ പഞ്ചകോശാന്തരഗതേ പുച്ഛേ ബ്രഹ്മസ്വരൂപിണി ആനന്ദകലികേ മാതാ സർവോപനിഷദർച്ചിതേ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ മഹാലക്ഷ്മ്യൈ നമഃ. ശ്രീ മഹാകാളീ നമഃ. ശ്രീ മഹാസരസ്വത്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം 15-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ ശ്ലോകം മുതൽ 14 കൂടിയുള്ള ശ്ലോകങ്ങളെ ഇപ്പോൾ ഭാഷാഗാനമായി പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വ്യാസൻ പറഞ്ഞു, മഹാരാജൻ മഹാത്മാവാം ഭാർഗവന്റെ വാക്കു കേട്ടു. മഹാഭക്തൻ പ്രഹ്ലാദനും സന്തുഷ്ടനായി. വിധിക്കാണു ബലമെന്നു അറിഞ്ഞപ്പോൾ പ്രഹ്ലാദനും പറഞ്ഞല്ലോ, യുദ്ധത്തിൽ നാം വിജയിക്കില്ല. അഹങ്കാരികളാം ജയിച്ചുക്കളാകും ദാനവന്മാർ യുദ്ധത്തിനായി ഷഠിച്ചല്ലോ, എന്താണു വിധി? പൗരുഷമില്ലാത്തവർക്കു വിധി, അവർക്കാശ്രയം താൻ. ആരു കണ്ടു എങ്ങനെ ആരുണ്ടാക്കി വിധി? അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. സുരരുമായി യുദ്ധം തന്നെ കരുത്തോടെ മുന്നേറുവാൻ സുരാരിയാമ വീടുന്നു മുന്നിൽ നിൽക്കേണം. ദൈത്യരുടെ വാക്കു കേട്ടു ശത്രു സംഹാരകനായ പ്രഹ്ലാദനോ സേനാനിയായി യുദ്ധം തുടങ്ങി. അസുരന്മാർ യുദ്ധത്തിനായി തയ്യാറായതു കണ്ടപ്പോൾ അമരന്മാർ അവരുമായി ഏറ്റുമുട്ടിനാൻ. ദേവേന്ദ്രനും പ്രഹ്ലാദനും തമ്മിൽ യുദ്ധം, മുനിമാരും വിസ്മയിക്കും യുദ്ധം 100 വർഷം നീണ്ടല്ലോ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. യുദ്ധത്തിങ്കൽ ശുക്രൻ തന്റെ സഹായത്താൽ പ്രഹ്ലാദനോ ശക്രനു നേരെ വിജയം നേടി. അത്ഭുതം. ദേവേന്ദ്രനോ
ദേവഗുരു തൻ്റെ ഉപദേശം തേടി ദേവിയാകും ശിവയെയും സ്മരിച്ചുവല്ലോ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഇന്ദ്രൻ പറഞ്ഞു, ശൂലധാരിണി അംബികെ ജയിച്ചാലും ശംഖചക്രഗദാദികൾ ധരിച്ചോളെ, വിജയിച്ചാലും ശക്തിദർശന നായികെ ഭുവനേശ്വരി അംബികെ മഹാബിന്ദു സ്വരൂപിണി നമസ്കാരങ്ങൾ. മഹാകുണ്ടലിനി രൂപേ സച്ചിദാനന്ദ രൂപിണി പ്രാണാഗ്നിഹോത്ര വിദ്യയാം ദേവി ജയിക്കാം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. പഞ്ചകോശാന്തരഗതേ ബ്രഹ്മസ്വരൂപിണി ദേവി ഉപനിഷത്തുദിക്കുന്ന ദേവി വന്ദനം. അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം 15-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ 14 ശ്ലോകങ്ങളെയാണ് നമ്മൾ വിചാരം ചെയ്യുന്നത്. ഇവിടെ ആ അമ്മയുടെ ശ്ലോകം ചൊല്ലി, ധ്യാന ശ്ലോകം ചൊല്ലി ആരംഭിക്കാം. ദേവീ നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം, ദേവീ ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവീ വാഴുകയെൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവീ നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ഞാനംബികേ. ദേവി നിന്നുടെ പാദയുഗ്മമതിലായി വീഴുന്നു ഞാനാംബികേ. ദേവദാനവ യുദ്ധസമാപ്തി എന്നാണ് ഈ 15-ാമത്തെ അധ്യായത്തിന് പേര്. അവിടെ പ്രഹ്ലാദൻ്റെ വാക്കുകൾ കേട്ട് പ്രഹ്ലാദിനെയും ദാനവന്മാരെയും അനുഗ്രഹിച്ചും കൊണ്ട് ഭൃഗുപുത്രനായ ഭാർഗവൻ, ആ ശുക്രാചാര്യരുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ലോകത്ത് സകലരും സദേവാസുരമാനുഷം, സർവം സദേവാസുരമാനുഷം. എന്താണ്? ദൈവാധീനം ജഗത് സർവം. ഈ ജഗത്ത് ദൈവാധീനമാണ്, ഈശ്വരനാധീനമാണ് എന്ന് മനസ്സിലാക്കുക.
വേദവ്യാസൻ പറഞ്ഞു തുടങ്ങുകയാണ്, ഇതി തസ്യ വച ശ്രുത്വാ ഭാർഗവസ്യ മഹാത്മന പ്രഹ്ലാദസ്തു സംഹൃഷ്ടോ ബഭൂവ നൃപനന്ദന. മഹാരാജാവേ, ആ മഹാത്മാവായിരിക്കുന്ന ഭൃഗുപുത്രന്റെ ശുക്രാചാര്യരുടെ വാക്ക് കേട്ടപ്പോ പ്രഹ്ലാദൻ വളരെയധികം സന്തോഷിച്ചു. ജ്ഞാത്വാ ദൈവം ബലിഷ്ഠം ച പ്രഹ്ലാദസ്ഥാനുവാച. വിധിക്കാണ് ബലം കൂടുതൽ എന്ന് മനസ്സിലാക്കിയപ്പോൾ പ്രഹ്ലാദൻ അവരോട് പറഞ്ഞു, യുദ്ധം ചെയ്താലും ഒരിക്കലും ജയം കിട്ടാൻ പോണില്ല. അപ്പോ എന്നാൽ ആ സമയത്ത് അഹങ്കാരികളും ജയേച്ഛുക്കളുമായിരിക്കുന്ന ദാനവന്മാര് എന്താ പറഞ്ഞത്? യുദ്ധം ചെയ്യണം, യുദ്ധം ചെയ്യണം. എന്താണ് വിധി? അത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, അതെന്താണെന്ന്. ഞങ്ങൾ തീർച്ചയായും യുദ്ധം ചെയ്യും. തഥാതേ ജൈനപ്രോചുർ ദാനവാം മതഗർവിത. അഹങ്കാരം വരുമ്പോഴാണ്, ഈശ്വര സങ്കല്പം തിരിച്ചറിയാൻ സാധിക്കാതെ വരുമ്പോഴാണ് അഹങ്കാരം ഉണ്ടാവുക, അല്ലേ? അപ്പൊ ദാനവന്മാര് പറഞ്ഞു, യുദ്ധം ചെയ്യണം. സംഗ്രാമസ്തു പ്രകർത്തവ്യോ ദൈവം കിം ന വിദാമഹേ. എന്താണ് വിധി? അങ്ങനെ വിധിയൊന്നുമില്ല. നിരുദ്യമാനാം ദൈവം ഹി പ്രധാനമസുരാധിപ. ഹേ ദൈത്യപുങ്കവ, പൗരുഷമില്ലാത്ത ആളുകളാണ് എല്ലാവരും വിധി വിധി, യോഗം യോഗം എന്ന് പറഞ്ഞിരിക്കുക. അവർ ആണ് അതിനെ പ്രധാനമായും ആശ്രയിക്കുക. അത് ആരാ കണ്ടിട്ടുള്ളത്? കേന ദൃഷ്ടം ക്വവാ ദൃഷ്ടം. എവിടെയാണ് കണ്ടിട്ടുള്ളത്? കീദൃശം കേന നിർമ്മിതം. അതെങ്ങനെയുള്ളത്? ആരുണ്ടാക്കിയതാ? അപ്പോ ഈ വിധി യോഗം എന്നൊക്കെ പറയുന്നത് നമ്മളിങ്ങനെ വെറുതെ പറയുക. അത് ശക്തിയില്ലാത്ത ആളുകൾക്ക്, പൗരുഷമില്ലാത്ത ആളുകൾക്ക് പറയാൻ കൊള്ളാം. നമുക്കിതൊന്നും ചേർന്നതല്ല. തസ്മാദ്യുദ്ധം കരിഷ്യാമോ. അതുകൊണ്ട് എന്ത് വേണം? നമുക്കിപ്പോ യുദ്ധം ചെയ്യണം. ബലമാസ്ഥായ സാമ്പ്രതം. അതിനുള്ള കരുത്ത് നമുക്കുണ്ടാവണം. ഭവാഗ്രേ ദൈത്യവൈര്യത്വം സർവജ്ഞോസി മഹാമതേ. ഹേ ദൈത്യശ്രേഷ്ഠ, പ്രഹ്ലാദനോട് പറയാണ്, അങ്ങ് സർവജ്ഞനല്ലേ മഹാമതേ, അങ്ങ് ഞങ്ങളുടെ മുമ്പിൽ നിൽക്കണം. അങ്ങ് ഞങ്ങളുടെ മുമ്പിലുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ദേവന്മാരെയൊക്കെ തോൽപ്പിക്കാൻ സാധിക്കും. ഇത്യുക്തസ്തൈസ്തദാ രാജൻ പ്രഹ്ലാദ പ്രബലാരിഹ. ഇതങ്ങനെ കേട്ടപ്പോ അദ്ദേഹം, ആ പ്രഹ്ലാദൻ ശത്രുസംഹാരക്ഷമനായിരിക്കുന്ന പ്രബലാരിഹ സേനാനീശ്ച തഥാ ഭൂത്വ, ആ സേനയുടെ നേതൃത്വം സേനാനിയായി മാറി, സേനാനായകനായി മാറിക്കൊണ്ട് ദേവാൻ യുദ്ധേ സമാഹുയൽ, ദേവന്മാരെ യുദ്ധത്തിനായിട്ട് വിളിച്ചു. തേവി തത്രാസുരാൻ ദൃഷ്ട്വാ സംഗ്രാമേ സമുപസ്ഥിതാൻ. അസുരന്മാരെല്ലാവരും യുദ്ധത്തിന് ഒരുങ്ങി പുറപ്പെട്ടേക്കണ കണ്ടപ്പോ ദേവന്മാരും സർവേ സംഭൃത സംഭാരാ ദേവാസ്ഥാൻ സമയോധയൻ, നിരവധി ആയുധങ്ങൾ ഒരുക്കങ്ങളോടുകൂടി വന്ന് അസുരന്മാരുമായി ഏറ്റുമുട്ടി ദേവന്മാര്. സംഗ്രാമസ്തു തഥാഘോര ശക്ര പ്രഹ്ലാദയോരഭൂൽ. അതിഗംഭീരമായിട്ടുള്ള യുദ്ധം. ആരൊക്കെ തമ്മിലാ? ശക്രനും പ്രഹ്ലാദനും തമ്മിൽ. ദേവേന്ദ്രനും പ്രഹ്ലാദനും തമ്മിലാണ് യുദ്ധം. പൂർണ്ണം വർഷശതം തത്ര മുനീനാം വിസ്മയാവഹ. ഒന്നിലും വിസ്മയമില്ലാത്ത മഹർഷിമാരിൽ പോലും വിസ്മയിപ്പിച്ചു, അവരെ പോലും അത്ഭുതപ്പെടുത്തി. അതിഗംഭീരമായിട്ടുള്ള യുദ്ധം. എത്ര കാലം ഉണ്ടായെന്നാ പറയണത്? 100 വർഷക്കാലം ആ യുദ്ധം ഉണ്ടായി. വർത്തമാനേ മഹായുദ്ധേ ശുക്രേണ പ്രതിപാലിത ജയമാപുസ്തദാ ദൈത്യ പ്രഹ്ലാദ പ്രമുഖാ നൃപ. യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ശുക്രൻ സഹായിച്ചതുകൊണ്ട്, ശുക്രേണ പ്രതിപാലിത, പ്രഹ്ലാദൻ തുടങ്ങിയ ദൈത്യന്മാര് വിജയം നേടി. ജയമാപുസ്തദാ ദൈത്യ പ്രഹ്ലാദ പ്രമുഖാ നൃപ. തദൈവേന്ദ്രോ ഗുരോർവാക്യാൽ സർവദുഃഖ വിനാശിനിം സസ്മാര മനസാ ദേവീം മുക്തിദാം പരമാം ശിവാം. ദേവേന്ദ്രൻ, ആപതിക്കും കരണീയം സ്മരണീയം ചരണയുഗളമമ്പായ. അല്ലേ? ദേവഗുരുവായ ബൃഹസ്പതി ദേവേന്ദ്രന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ദേവഗുരുവിന്റെ ഉപദേശം അനുസരിച്ച് സർവദുഃഖ വിനാശിനിയും, എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതെയാക്കുന്ന മുക്തിദാം പരമാം ശിവാം ദേവീം മനസാ സസ്മാര, മുക്തി നൽകുന്ന പരമമംഗളസ്വരൂപിണിയായിരിക്കുന്ന ദേവിയെ മനസ്സിൽ സ്മരിച്ചു. ഇന്ദ്രൻ പറയാണ്, ജയദേവി മഹാമായേ
ശൂലധാരിണി ചാംബികേ ശംഖചക്രഗദാ പത്മഖഡ്ഗഹസ്തേ അഭയപ്രദേ. ദേവി ജയിക്കൂ ജയിക്കൂ, ജയ 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 ജയ. ദേവി മഹാമായേ, ശൂലം ധരിച്ചവളെ, അംബികേ, അതേപോലെ ശംഖചക്ര ഗദാപത്മ ഖഡ്ഗഹസ്തേ അഭയപ്രദേ. ശംഖ്, ചക്രം, ഗദ, പത്മം, ഖഡ്ഗം, വാള് എന്നീ ആയുധങ്ങളൊക്കെ ധരിച്ച, ഖഡ്ഗം വാളാണ് അല്ലേ, അഭയപ്രദയായ ദേവി ജയ 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 ജയ. നമസ്തേ ഭുവനേശാനി, ഭുവനേശ്വരി, ഭുവനത്തിന് മുഴുവൻ ഈശ്വരിയായിരിക്കുന്നവളെ, ശക്തിദർശന നായികേ, ശൈവ ശാക്ത സൗര ഗാണാപത്യ വൈഷ്ണവ നാസ്തിക ദർശനങ്ങൾക്ക് മുഴുവൻ ദേവി തത്വമാണ്. അതുകൊണ്ടാണ് ദശതത്വാത്മികേ എന്ന് വിളിച്ചത്, ശക്തി ദർശന നായികേ. അപ്പൊ ശാക്ത ദർശനത്തിലെ 10 ദർശനങ്ങളാണ്, 10 തത്വങ്ങളാണ്. അതിൻ്റെ രൂപമെടുത്തവളെ അംബികേ, മായാവിശിഷ്ടയായിരിക്കുന്ന ബ്രഹ്മസ്വരൂപിണി, മാതർ മഹാബിന്ദുസ്വരൂപിണി. അങ്ങനെ ആ ബ്രഹ്മസ്വരൂപിണിയായിരിക്കുന്ന ദേവി, അവിടുത്തേക്ക് നമസ്കാരം, അവിടുത്തേക്ക് നമസ്കാരം. മഹാകുണ്ടലിനീ രൂപേ സച്ചിദാനന്ദരൂപിണി പ്രാണാഗ്നിഹോത്ര വിദ്യേതേ നമോ ദീപശിഖാത്മികേ. ഹോമകുണ്ടലിനീ രൂപേ സച്ചിദാനന്ദ സ്വരൂപിണി, പ്രാണാഗ്നിഹോത്രം, പ്രപഞ്ചയോഗം, ഇങ്ങനെ 2 യാഗാദികൾക്കും അധിദേവതയായിട്ടുള്ളവളെ അഗ്നിശിഖാസ്വരൂപിണി, അവിടുത്തേക്ക് നമസ്കാരം. പഞ്ചകോശാന്തരഗതേ പുച്ഛേ ബ്രഹ്മസ്വരൂപിണി, അന്നമയാദി ആനന്ദമയാദി കോശങ്ങൾക്കുള്ളിൽ വിളങ്ങുന്നവളെ, ആനന്ദമയ കോശത്തിൻ്റെ പുച്ഛമായി സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മസ്വരൂപിണി. ആനന്ദകലികേ മാതേ, അമ്മേ, സർവോപനിഷദർച്ചിത, എല്ലാ ഉപനിഷത്തുക്കളും അർജിക്കുന്നവളെ, അവിടുത്തേക്ക് നമസ്കാരം നമസ്കാരം എന്ന് ദേവേന്ദ്രൻ പ്രാർത്ഥിക്കുന്നു. ദേവേന്ദ്രൻ്റെ പ്രാർത്ഥന തുടരുകയാണ്. ആ ശ്ലോകങ്ങൾ നമുക്ക് നാളെ അനുസ്മരിക്കാം. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു.
അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ, ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ അമ്മേ, ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.